അതില് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളുടെ നിയമം വെച്ച് നോക്കിയാൽ കേരളത്തിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ സ്ഥലം ഏതാ ഉള്ളത്? മമ്പറത്ത് പോകാൻ പറ്റുമോ? മടവൂരിൽ പോകാൻ പറ്റുമോ? അജ്മീർ പറ്റുമോ? നാഗൂര് പറ്റുമോ? കോരങ്ങാട് പിന്നെ തീരെ പറ്റൂല. കോയപ്പാപ്പ റളിയല്ലാഹു അൻഹു ഒരു ശരീഅത്തും ബലി പറഞ്ഞ ഒരു സംഭവം ഉണ്ടാവില്ല. ശരീഅത്ത് അവർക്കുണ്ട്, ബലി പറഞ്ഞ പോലെ ഉണ്ടാവില്ല. ബലി പറഞ്ഞ് നോക്കിക്കല്ലേ പോലെ പണി. യാഹൂദങ്ങളുപ്പാപ്പ റളിയല്ലാഹു അൻഹു നിങ്ങൾക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റിയ മഖാമുകൾ അൻവരിസ പറഞ്ഞ പോലെ നിങ്ങൾ സ്വയം ഉണ്ടാക്കേണ്ടി വരും. ബാനി സിറാജുൽ ഹുദയുടെ മക്ബറ എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവമായിട്ടുണ്ടാക്കും. യസീദിന് മക്ബറ ഉണ്ടാക്കിയാലുണ്ടാവും. വേറെ ഇപ്പം എന്താ കൊണ്ട് ഫലം? ഒരു ഈച്ചക്കുട്ടി പോലും വരൂല അല്ലേ? അതൊക്കെ ലോകം കാണല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മശായിഖിനെ അംഗീകരിക്കുന്ന വിഷയത്തിൽ നിങ്ങളുടെ നേതാവായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ വിശ്വാസത്തെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല. റസൂലുള്ളാഹിന്റെ വിഷയത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കാത്ത പോലെ തന്നെ എ പി അബൂബക്കർ മുസ്ലിയാർ മടവൂര് ശൈഖിനെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾ അംഗീകരിക്കണില്ലല്ലോ. ഇതുപോലെ തന്നെയാണ് ഹയാത്തിലുള്ള മഹാന്മാരെ കുറിച്ചും അദ്ദേഹത്തിന്റെ വിശ്വാസത്തിലുള്ളത് നിങ്ങൾ അംഗീകരിക്കണില്ല. ഇന്നിപ്പോ എടങ്ങൾ പെട്ട് കിടക്കുന്ന ഭാഗം, നിങ്ങൾ നിൽക്കുന്ന ഭാഗം നേടള്ള എ പി അബൂബക്കർ മുസ്ലിയാര് നീണ്ട 40 വർഷം ഇന്ന് ഹയാത്തിലുള്ള ഔലിയാക്കന്മാരുടെ നേതാവായി ഇന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ മഹത്തായ ഹദറത്തിൽ 40 കൊല്ലമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ സംസാരിക്കുന്ന ഈ സമയത്തും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഹയ്യാണ് അല്ലേ? ജീവിച്ചിരിക്കുന്ന ആളാണ്. ജീവിച്ചിരിക്കുന്ന ആളെ സംബന്ധിച്ച് ഞങ്ങൾ പരസ്യമായി പറയുമ്പോൾ അദ്ദേഹത്തോടല്ല ചോദ്യം, അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം അതിനെക്കുറിച്ച് പിന്നെ ഒന്നും പറഞ്ഞില്ല. അതിനെ വിശദീകരിച്ചെടുക്കുന്ന നിങ്ങളോടാണ് ചോദ്യം. അദ്ദേഹം അന്ന് പോയിരുന്ന അതേ വിശ്വാസത്തിലാണ് ഇന്നും അദ്ദേഹമുള്ളത് എന്ന് ഞങ്ങൾ പറയുമ്പോ നിങ്ങൾക്ക് അത്ര ഉസാറുണ്ട്, നിങ്ങളൊന്ന് പറയിപ്പിക്കണ്ടേ മൂപ്പരെ കൊണ്ട്? അങ്ങനെ അല്ലട്ടോ, നിങ്ങളാ പറയേണ്ടത്, മൂപ്പരല്ലേ പറയേണ്ടത്. നിങ്ങളിപ്പോ യഥാർത്ഥത്തിൽ അപമാനിക്കുന്നത് ആരെയാണ്? നിങ്ങൾ അപമാനിക്കുന്നത് നിങ്ങളെ നേതാവിനെയാണ്. നിങ്ങൾ എന്തൊക്കെ കൊണ്ടുവന്നാലും അത് ആദ്യം ആരുടെ അടുത്തേക്കാ വരണ്ട്? നിങ്ങളെ നേതാവിന്റെ അടുത്തേക്ക്. നിങ്ങൾ എന്താ പറഞ്ഞു നോക്കിയത്? അത് കല്യാണത്തിന് പോകുമ്പോൾ അവിടെ കാര്യതാണ്. 40 കൊല്ലം കഴിയാത്ത കല്യാണം വല്ലാത്തൊരു കല്യാണമായിപ്പോയി. ഈ 40 കൊല്ലങ്ങൾ മൈസൂരിൽ പോണ്, ആടെ പോണ്, ഇവിടെ പോണ്, ഇവിടെ ഒക്കെ കല്യാണം. അതോ നിങ്ങൾ കല്യാണം 4 കെട്ടല എല്ലാ സ്ഥലത്തും പോയി? എന്താണ് അതിന്റെ കുട്ടൻസ് മനസ്സിലായിട്ടില്ല. പിന്നെ പറഞ്ഞു കച്ചവടത്തിന് പോയതാവും. എന്ത് കച്ചവടം? ഇപ്പോൾ 40 കൊല്ലം തീരാത്ത കച്ചവടം, കുടിച്ചീൻ്റെ ബാക്കി കുടിക്കുന്ന കച്ചവടം. ഇതൊക്കെ സംസാരിക്കുമ്പോൾ കേൾക്കുന്നത് ഭക്ഷണം കഴിക്കുന്നവരാണെന്നുള്ള ബോധമെങ്കിലും നിങ്ങൾക്ക് വേണ്ടേ? ഒരു മഹാന്റെ അടുത്തിരുന്ന് ഓല ആ രാജകീയമായ ഇരുത്തത്തിൽ ഇരുന്നിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ അത് കാണുന്ന ആർക്കും മനസ്സിലാവും ഇത് കാലഘട്ടത്തിലെ ഒരു മഹാന്റെ ഹദറത്തിൽ അവര് പോയിരുന്നതാണ് എന്ന് ബോധമുള്ള എല്ലാവർക്കും തിരിയും. അതിന് കൂടുതൽ ബുദ്ധിയൊന്നും വേണ്ട. നിങ്ങൾ ഓരോന്നും പറഞ്ഞു പരീക്ഷണത്തിന് പോയതാണ്. 40 കൊല്ലം പരീക്ഷിക്കുന്നു. 40 കൊല്ലം പരീക്ഷിച്ചിട്ട് ഇപ്പൊ കണ്ടെത്തിയോ വല്ലതും? വല്ലതും കിട്ടിയ നിങ്ങൾക്ക്? ഒരു തവണ പോകുമ്പോ തന്നെ പരീക്ഷ പിന്നെ പോവോ? എന്താ നിങ്ങൾ ഈ പറയണേ? പൊന്മള എന്ന് പറഞ്ഞിന് കാര്യം അല്ലേ? അസ്തമിച്ചു പോയി. അതിന്റെ ശേഷമല്ലേ പോക്കൊക്കെ നടക്കണേ? ഒരു കാര്യങ്ങളോട് പറയട്ടെ, ഏകദേശം നിങ്ങൾ അംഗീകരിക്കുന്ന ഏകദേശം ഉലമാ മുഴുവനും ആ ഹദറത്തിൽ പോയവരും കൈ ചുംബിച്ചവരും കാല് ചുംബിച്ചവരുമാണ്. പിന്നെന്താന്ന് വെച്ചാൽ ഓലെ സംബന്ധിച്ചിടത്തോളം അതിങ്ങനെ പറഞ്ഞു നടക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം അവർക്ക് നമ്മൾ ആരോ ചെന്നിട്ട് ക്രെഡിറ്റ് ഉണ്ടാക്കണം. വലിയ എന്ന് പറഞ്ഞാൽ തന്നെ വലിയുള്ളാ എന്നല്ലേ? അള്ളാന്റെ വലിയെന്നല്ലേ? അള്ളാന്റെ വലിയന് പിന്നെ എ പി അബൂബക്കർ മുസ്ലിയാർ പോയൊരു ക്രെഡിറ്റ് കിട്ടണം. അതിൻ്റെ ആവശ്യമൊൽക്കില്ല. പിന്നെ
ഞങ്ങൾ എന്തിന് ക്ലിപ്പിട്ടു, അങ്ങളായിട്ട് ഞങ്ങൾ അതിലേക്ക് വലിച്ചു കൊണ്ടുവന്നതാ. ഇപ്പോ ബേപ്പൂര് കാലി എത്ര കാലം മുമ്പ് പോയതാ, നമ്മളുണ്ട് തീരെ വിട്ടിനോ. എ പി അബൂബക്കർ മുസ്ലിയാർ പോയതിൻ്റെ ക്ലിപ്പ് തന്നെ എത്ര മുമ്പ് അവരുടെ കയ്യിലുണ്ട്. ഇന്ന് വരെ അതിനെക്കുറിച്ച് സംസാരം പോലും ഇല്ലല്ലോ. നിങ്ങൾ മശായിഖിനെ അടിച്ചാക്ഷേപിച്ചപ്പോ നമ്മൾ പറഞ്ഞു മശായിഖന്മാരൊന്നുണ്ട്. ആ പറഞ്ഞ വാക്കിനെങ്ങനെ കളിയാക്കിയവരിൽ അവരുണ്ടായിരുന്നു, കളിയാക്കപ്പെട്ടവരിൽ. അപ്പൊ നമ്മൾ പറഞ്ഞു വല്ലാതെ പറയണ്ട, ആ ഭാഗം പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നവും, നിങ്ങളെ നേതാക്കൾ അവിടെ പോകലുണ്ട്. നിഷേധിച്ചു നിങ്ങൾ, അവരെ വീണ്ടും പരിഹസിച്ചു നിങ്ങൾ. നമ്മളപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു. പിന്നെ നിങ്ങൾ അതാ കിട്ടിപ്പോയി എന്ന് പറഞ്ഞു, വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്, എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് കൊട്ടുകാരകാരനിട്ട്. ഓൻ തന്നെ ഏത് വൈക്കാ പോയത് ഇപ്പോഴും അഡ്രസ്സില്ല. അതന്നെ നമ്മൾ കൊടുത്തേൽപ്പിച്ച സാധനം. പിന്നെ നോക്കുമ്പോൾ അതിൻ്റെ വ്യക്തത വരുത്തൽ അനിവാര്യമായി. അപ്പൊ പിന്നെന്ത് ചെയ്തു, മശായിഖന്മാർ അവിടെ പറഞ്ഞിട്ട് തന്നെ റെക്കോർഡിങ്. മശായിഖന്മാർ ഓരോട് പറയും ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഉഷാറായിട്ട് ഇരുന്നോളൂ, ഇതൊന്നും പുറത്തു വിടൂല, ആവശ്യമായി വന്നാൽ ആ സമയത്ത് മാത്രമേ ചെയ്യൂ. അതങ്ങനെ തന്നെയാണല്ലോ. ഇപ്പൊ ഷാഫി ഇമാമിന്റെ അടുത്ത് ഷൈബാനുർ റാഇ തങ്ങൾ വന്ന സംഭവം പുറത്തായില്ലേ, അന്ന് സാക്ഷികൾ പറഞ്ഞു കൊടുത്തു, അന്ന് വീഡിയോ ഇല്ലല്ലോ. അപ്പൊ പുതിയൊരു സംഭവം എന്നല്ല, ആ സംഭവമാണ് ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഗസാലിമ പറയുന്നത്. അവിടെ പോകും, ചോദിക്കും. അതാണ് അബൂ ത്വാലിബുൽ മക്കി തങ്ങളുടെ ഖുദ്ദുൽ ഖുലൂബിൽ എഴുതിയത്. എല്ലാവരും അങ്ങനെ തന്നെ. ഏത് കാലത്തും നിഷേധം വരുമ്പോ അവര് പോയി എന്നത് സാക്ഷികൾ പറയും, അവര് രേഖപ്പെടുത്തും. ഇന്ന് സാക്ഷികൾ പറഞ്ഞാൽ അതും കളവാക്കുന്നത് കൊണ്ട് ആധുനിക ശാസ്ത്രം വികസിച്ചത് കൊണ്ടും നേരെ രേഖ തന്നെ വന്നു. ഇപ്പൊ ഷാഫി ഇമാമിന്റെ കാലത്ത് വീഡിയോ ഉണ്ടെങ്കിൽ എന്ത് കാണാം, ഷൈബാനുർ റാഇ തങ്ങളുടെ ഹദറത്തിൽ അവർ പോയിരുന്ന് ചോദിക്കുന്നത് കാണാം. പക്ഷെ ഷാഫി ഇമാമിന്റെ ശിഷ്യന്മാർ പോലെ പൊട്ടന്മാരല്ലാത്തതുകൊണ്ട് കച്ചവടത്തിനാന്ന് പറയില്ല, കാരണം ചോദിക്കാണ് എന്താ ചെയ്യണ്ടി. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഈ വിഷയത്തിലൊക്കെ അവർക്ക് ആരുടെയും ഒരു ക്രെഡിറ്റും ആവശ്യമില്ല. പക്ഷേ അവരുടെ വിഷയം നിങ്ങളാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താ, എ പി അബൂബക്കർ മുസ്ലിയാർ ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത വിഷയം തന്നെ അത്ര വ്യക്തമായിട്ട് പറഞ്ഞു. കുറച്ചങ്ങനെയും കുറച്ചിങ്ങനെയും നടക്കൂല എന്ന് നേരെ മുന്നിൽ നിർത്തിയിട്ട് പറയല്ലേ. ഇതൊക്കെ ഒരു കച്ചവടത്തിൽ വരുന്ന സംഗതികളാണ്. സലഫി ആയിട്ട് കറാമത്തിന്റെ വിഷയത്തിൽ സലഫികളുടെ നിലപാടെടുത്തിട്ട് കാര്യമുണ്ടോ? മടവുവിന്റെ കറാമത്ത് പറയുന്ന ചെയ്യും. എത്ര ശക്തമായിട്ടാന്ന് കേട്ടോക്കാം നമുക്ക്. അത്രയും കറക്റ്റായി അവര് ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ അതവോടെ തന്നെ കേൾക്കണം. കാരണം അവർ സംസാരിക്കുന്ന ലോകത്തോടാണ്, ലോകരോടാണ്. അവരെ ഇരിക്കുന്നത് അറശിൽ തന്നെയാണോ? അവരെ ഇരുത്തിയ അറശിൽ അവരിരുന്ന് ലോകത്തോട് സംവദിക്കുകയാണ്. അതാ കാണുന്ന വെറും കസേരല്ലത്. ഓസുല്ലാദം പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹു, ഞാനൊരു കാര്യം പറയുമ്പോൾ എൻ്റെ സംസാരം കേൾക്കാൻ 60 ലക്ഷം സ്വഫുകൾ ഉണ്ടാകും, ഏറ്റവും ചുരുങ്ങിയത്. ലോകരോടാണ് അവർ സംസാരിക്കുന്നത്. അതൊരു നിയോഗമായി. ഇതെല്ലാം നമ്മളും കേൾക്കേണ്ടിയാണല്ലോ. അപ്പൊ അതബിൽ തന്നെ കേൾക്കണം. ആ അതബിൽ നമ്മൾ കേൾക്കുമ്പോൾ അത് നേരെ അതിൻ്റെ അസർ നമ്മളിലേക്ക് വരെ ഉണ്ടാവും. ആർക്കും മനസ്സിലാവും ബലി പറഞ്ഞ കച്ചവടവും പരീക്ഷണവും കല്യാണമൊന്നും ഇതിലൊന്നും ഇല്ലാന്നും, ഇത് നേർക്ക് നേരെ അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ദീനിന്റെ അധികാരി എന്ന് വ്യക്തവും. അത് കേട്ടോ നിങ്ങൾ. കുറച്ചിങ്ങനെയൊന്നായാൽ ശരിയാവില്ല. പറയാണേ നേരെ പറയാ, നിങ്ങൾക്ക് നേരെ പറഞ്ഞ എന്റെ സെൽഫികൾ അതുപോലെ പറയാം. എന്താ സെൽഫി എന്തിനാ ഭയപ്പെടുന്നത്? ഈ സംഘടന ഉണ്ടാക്കാനും സംഘടന വാക്കം പറയാനും ഈ സംഭവങ്ങളാക്കാൻ നിലനിർത്താനോ ഒക്കെ മടവൂരിന്റെ പേര് പറയുകയും ചെയ്യാം. മോശത്തിക്കും വെക്കുക, പൈസയും വേണം, പാട്ടപ്പീരും വേണം. സ്ഥാനം പറഞ്ഞൂട, കറാമത്ത് പറഞ്ഞൂട. എന്നാ ഉസ്താദിനെ പറ്റി കറാമത്ത് പറയുന്നുണ്ടല്ലോ, അത് ഉള്ളതല്ലാത്തതോ? വേറെ പറ്റി ഇറാഖ് യുവതനെ പറ്റി ഇവിടെ പല മഹത്വവും കറാമത്തും പറയുന്നുണ്ടല്ലോ, ഇതുള്ളതോ ഇല്ലാത്തതോ? ഇതൊക്കെ എന്തെന്ന് പറയാമെങ്കിൽ മടവിനെ പറ്റിയാ പറയാൻ ആളില്ലാത്തത്. വിടൂലേ, ഒരു ഇഞ്ച് വിടൂല. ആരും മനസ്സിലാക്കണ്ട, തന്നെ ചെയ്യും. വളരെ ശക്തമായ താക്കീതുകൾ
അതാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംസാരത്തെക്കുറിച്ച് വിശദീകരിക്കാതെ നിങ്ങൾ ഇനി എന്ത് ഉടായ്പ കൊടുത്തിട്ട് എന്താണോ കാര്യം? ഇതിന് മറുപടി പറഞ്ഞ കുട്ടിയസന്താരി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്തായി? ഇപ്പം ആ ക്ലിപ്പുണ്ടോ ലോകത്ത്? പൂതിയാൻ കേട്ടില്ലേ? ഒരുത്തന്നോട് പറഞ്ഞാൽ എടുത്തു കുടുങ്ങിയാട്ടോ. കാരണം അതും അതിലപ്പുറം നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മൂപ്പർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ബൽക്കാ ബോധ്യപ്പെടാത്തത്. അത് കഴിഞ്ഞ് മാത്രമല്ല, ശരിക്ക് ഇന്നത്തെ ചിത്രം ആ ഇരുത്തത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചെറിയ പിസ്താദും ഏപ്പിസ്താണല്ലോ ഇവരോട് പറയുന്നുണ്ട്, നിങ്ങളെ രണ്ടാൾക്ക് ശേഷം ഇത് നാശം, മുഴുവനായിട്ട് നാശവും. ഒരൊറ്റ കുട്ടിയില്ലട്ടോ ഇത് കൊണ്ടെടുക്കാൻ പറ്റിയ ആള്. എത്ര കൃത്യാണ്! ആ രണ്ട് വ്യക്തികളെ ഇങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ഈ പേരോടാദികളൊന്നും എടുത്തു നോക്കി, ദീനുമായിട്ട് വല്ല ബന്ധമുണ്ട് അവർക്ക്? വെറും ഇച്ഛയല്ലാതെ, അവരുടെ ശരീരത്തിൻ്റെ ദുരാഗ്രഹങ്ങളും അമ്മാറത്തുമല്ലാതെ ദീനുമായിട്ട് ഇവർക്ക് എന്തു ബന്ധം? അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവരെ ശരീരത്ത് ആദ്യം പോലൊന്ന് അളക്കട്ടെ, ഇവര് ശരീരത്തിലാണോ നോക്കട്ടൊന്ന്. ഇവരാരെയാ പഠിപ്പിക്കാൻ നോക്കുന്നത്? ആ സംസാരം അതൊക്കെ നല്ല ആവർത്തിച്ച് നമ്മൾ കേൾക്കേണ്ടിയാണ്. കച്ചവടം എന്നൊക്കെ പറഞ്ഞവൻ്റെ ആഫീസാണ് കൂട്ടിപ്പോവും. ഓല സംഘടനയുടെ കൃത്യമായ രൂപം നേരെ മുന്നിലിരുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് കാന്തപുരാബുക്കം മുസ്ലിയാർക്ക് പ്രശ്നമുണ്ടോ? മൂപ്പർക്ക് പ്രശ്നമല്ല. ചെറിയ പിസ്താവ് വഫാത്ത് വരെ പോയി, പ്രശ്നമല്ല. ആദരവോടെ കണ്ടു. ഏറ്റവും ചുരുങ്ങിയത് മശായിഖന്മാരായി നേതാക്കൾ കണ്ടവരെങ്കിലും ബഹുമാനിക്കാൻ പഠിക്കണോ? നിങ്ങൾ ആ പോസ്റ്റിലാ ഏപ്പിനെ ഇരുത്തിയുള്ളത്. നിങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ഷെയ്ഖാണെന്നാ. ഇപ്പം നമ്മളെ ഷെയ്ഖിനെ ഒരു ഹലറത്തിൽ പോവുക, എന്നിട്ട് നമ്മൾ പറയാ മൂപ്പര് ശരിയില്ല, എങ്ങനെ ഉണ്ടാവും? നിങ്ങളാണ് ഇന്ന് ഏറ്റവും തൗഫീക്ക് കുറഞ്ഞവർ. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കളിയാക്കുന്നൊക്കെ യഥാർത്ഥത്തിൽ ആദ്യം കൊള്ളുന്നതായിരിക്കാ? കാന്തപുരം ഉസ്താദിനാ. ആ വാക്കും കൂടി നമ്മളൊന്ന് കേട്ടു നോക്കാം. നിങ്ങളെല്ലാവരും പോയാൽ പിന്നെന്താക്കും? എന്നിട്ട് കൊണ്ടാരാ? ആളുണ്ടോ? ഒറ്റ കുട്ടിയില്ല. ഒറ്റ കുട്ടി ഉണ്ടെന്ന് നിങ്ങളെ വിചാരിക്കേണ്ട, കംപ്ലീറ്റ് നാശവും. അത് നിങ്ങളാണത് ശരിയാക്കി വെക്കേണ്ടത്. ജീവിച്ചിരിക്കുമ്പോൾ വേണ്ട പോയതിൽ ആക്കി എത്തിയിട്ട് ഒറ്റ നാശം. നിങ്ങളെ പോലെ അല്ല. ഒരു AFP WFP എന്ന് പറയണത് എന്താ? പൊന്മളയോ പേരോടോ? പൊന്മള ഓന്റെ മുളയാന്ന് തോന്നുന്നു കാണിച്ചിരുന്നു. ഓന്റെ മുളയാന്ന് തോന്നുന്നു. നിങ്ങളെന്ന് പറഞ്ഞ മത്തായി സമ്മാനിച്ചിട്ടുണ്ടോ? കുട്ടിയൊക്കെ നിങ്ങളോട് ഉണ്ടായിരുന്നു. നമ്മള് വിചാരിക്കുന്നത് അതുപോലെ ഒരിക്കലും മറ്റൊരാവില്ല. ഒരു ചെറുതല്ല പറയുന്നത്, വേറെയൊന്നല്ല പറയുന്നത്. വ്യത്യാസം മനസ്സിലായി. സംഘടന എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ താറുമാറാക്കുക ചെയ്യുന്നു. നമ്മൾ സംസാരിക്കാണ്ട് നിൽക്കൂല. ദേവന്റെ മുമ്പിൽ വർത്താനം പറഞ്ഞു. ഞങ്ങളോട് പണ്ട് പറഞ്ഞു ഐസൺ ലോഡ്ജിൽ അന്ന് നിങ്ങൾ കണ്ടാളാണ്. നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ മർക്കത്തിൽ നിന്ന് തന്നെ ആളുണ്ടാക്കും സംസാരിക്കാൻ. നിങ്ങൾക്ക് എതിരിൽ പിന്നെ ഒരു സംസാരിക്കാൻ കൊടുക്കും. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ ഐസൺ ലോഡ്ജിൽ എത്തുന്നതോട് സംസാരിക്കും. വീരന്മാരൊക്കെ കുറെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇതൊന്നും അല്ലല്ലോ വിഷയോ. വളരെ കൃത്യമായി ചരിത്രം വെച്ച് പഠിപ്പിക്കാം. ഇതൊക്കെ കേട്ടിട്ടും അവരെ കുറിച്ച് തോന്നിയാസം പറയുന്നവന്റെ തൗഫീക്ക് കുറവ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഐസൻ ലോഡ്ജില് അന്ന് നിങ്ങൾ രണ്ടാളും തന്നെയാണ് ഉണ്ടായിരുന്നത്. അന്ന് ഞങ്ങളോട് പറഞ്ഞിട്ട് മര്യാദക്ക് ഈ സംഘടന നടത്തിക്കൊള്ളണം, നിങ്ങളെ ഉള്ളിൽ നിന്ന് തന്നെ ഞാൻ ആളിറക്കും. അന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്നാ ചോദിക്കണം. ഇപ്പൊ നമ്മൾ ചോദിക്കുക, അതിൻ്റെയൊക്കെ മുമ്പ് 89 എറണാകുളത്ത് ബിസ്മി ലോഡ്ജിൽ വെച്ച് നിങ്ങളോട് അവർ സംസാരിച്ചിട്ടില്ലേ? 89 എന്ന് പറഞ്ഞാൽ നിങ്ങളെ തുടക്കത്തിൽ നിങ്ങളോട് അന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞത്? MA ഉസ്താദില്ലേ, അവിടെ PP ഉസ്താദില്ലേ, അണ്ടോണ ഉസ്താദില്ലേ, TMC ഉസ്താദില്ലേ? അവിടെ വെച്ചല്ലേ നിങ്ങളോട് പറഞ്ഞത് സംസാരിച്ചവര്.
ഇതൊക്കെ ചരിത്രങ്ങളല്ലേ. മർക്കസിന്റെ 1-ാം വാർഷിക സമ്മേളനത്തിൽ അവർ ഗസ്റ്റ് ആയിട്ടുണ്ട്. ചരിത്രം പറയുമ്പോൾ എവിടേക്കാങ്ങളീ പോണ്? എന്താ നിങ്ങൾ സംസാരിക്കുന്നത്? 1-ാം വാർഷിക സമ്മേളനത്തിൽ വൈലത്തൂർ തങ്ങളും അതുപോലെയുള്ള ലീഡേഴ്സുമൊക്കെ ഉള്ളയിടത്തും നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. AP അബൂബക്കർ മുസ്ലിയാരോട് എന്താ പറഞ്ഞതെന്ന് നമ്മൾ ചോദിച്ചു, ഓർമ്മണ്ടോ? ഓല് മറക്കൂല. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. ഓരോ കഥകൾ പറഞ്ഞാൽ 1976 മുതൽ ശംസുൽ ഉലമയോടൊപ്പം കണ്ണിയത്ത് ഉസ്താദിനോടൊപ്പം ചരിത്രങ്ങളുടെ നീണ്ട പട്ടികകളല്ലേ ഉള്ളൂ. ആരാ ഇല്ലാത്തത് കൂടെ? നിങ്ങൾ എവിടുന്ന് എഴുന്നേറ്റ് വരിക? നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ല പൊടുത്തുണ്ടോ? എന്തെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും രൂപത്തിൽ ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്ത് സംസാരമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിൽ അവർ പോയ സന്ദർഭങ്ങളുണ്ട്. അതിൻ്റെ ഒക്കെ തുടക്കം മടവൂര് ശൈഖുനയുടെ കഥ അവിടുന്ന് തുടങ്ങണ്ടി. മടവൂര് ശൈഖുന വയനാട് ജില്ലയിൽ വന്നാൽ നിങ്ങൾ ചരിത്രം പഠിക്കുക. 2 സ്ഥലങ്ങളിലാണ് അവർ താമസിക്കുന്ന സ്ഥലം. അതിലൊന്ന് മീനങ്ങാടിയിലെ പോക്കരാജിയുടെ വീട്ടിലാണ്. അത് അവരെ വീടാ. അവിടെ നിന്നുകൊണ്ടാണ് മറ്റുള്ള വീട്ടിലേക്ക് പോകുന്നതും വരുന്നതും ഒക്കെ. അന്ന് ചെറുപ്പകാലല്ലേ. ആ ചരിത്രം മുതൽ പഠിച്ചു നോക്കി നിങ്ങൾ. അന്ന് അവിടെ വഅ്ള് പറയാൻ വരുന്ന ഉസ്താദ്മാരൊക്കെ താമസിക്കുന്ന സ്ഥലം. നന്ദിയിലെ AV ഉസ്താദിന്റെ ചരിത്രം പറയുന്നുണ്ട്. 3 ദിവസം മീനങ്ങാടിയിൽ വഅ്ള് നടക്കുന്നു. താമസിക്കുന്നത് പോക്കരാജിയുടെ വീട്ടിൽ. വഅ്ളിന് പോകുമ്പോഴും വരുമ്പോഴൊക്കെ കൂടെ പോകുന്നത് അവരാണ്. ദ്വാരുന്നു കൊടുക്കുന്നത് അവരാണ്. മാനന്തവാടിക്കടുത്ത് ഒണ്ടേങ്ങാടി പള്ളിയുടെ ശിലാസ്ഥാപനം ശംസുൽ ഉലമ നിർവഹിക്കുമ്പോൾ മഖാമിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുന്നത് അവരാണ്. വടകര ഓറുമായിട്ടുള്ള ബന്ധം പിന്നെ പറയണ്ട. മടവൂര് ശൈഖുന മൂപ്പന്റെ വീട്ടിലേക്ക് വരുമ്പോ വരുന്നതന്നെ ആ വീട്ടിൽ നിന്നാണ്. കുത്തുബിയത്തും ചൊല്ലി വരികയാണ്. ഇതൊക്കെ ചരിത്രം ഇന്നും ജീവിച്ചിരിക്കുന്ന തെളിവുകളല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ശംസുൽ ഉലമ തന്നെ പറയുന്ന ക്ലിപ്പുകൾ കൊണ്ടുവരും. അതിന് മുമ്പ് നിങ്ങളെ ഒന്ന് നശിപ്പിച്ചിട്ടാണ് ഇടുള്ളൂ മാത്രം. ആദർശപരമായി നശിപ്പിച്ചതിന് ശേഷം അതിനകത്തുള്ള ക്ലിപ്പ് ആദ്യം വിടാണ്ട്. ഇത് തുടങ്ങിയിട്ടുള്ളൂ, വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ. പേടിച്ചിട്ട് കാര്യമില്ല. ഏതെല്ലാം ചരിത്രങ്ങൾ. കാസർഗോഡ് ജില്ലയിലെ നെല്ലിക്കുന്നിൽ ശംസുൽ ഉലമ അവരെ കുറിച്ച് പറയുന്ന ആ പരിപാടിയിൽ വടകര ഓരോ അവരും കൂടല്ലേ. സക്കാത്ത് വീട്ടിലില്ലേ. അപ്പൊ ശംസുൽ ഉലമയുടെ കൂടെ എത്രയോ സദസ്സുകൾ. കണ്ണിയത്ത് ഉസ്താദിന്റെ കൂടെ, പിന്നെ താഴെക്കൂടെ ഹസനുസാഹിദ് തങ്ങൾ അവരെ സ്വന്തം ആളും. ഞാൻ ആ വിഷയത്തിൽ നമ്മുടെ ശൈഖുന അങ്ങനെയുള്ള മഹത്തുക്കളോടൊക്കെ നമ്മൾ അങ്ങനെ ചോദിച്ചാൽ എത്ര സംഭവങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഞാൻ അരീക്കോട് വെച്ച് തരുവണ ഉസ്താദിനെ പറഞ്ഞിരുന്നു. തരുവണ ഉസ്താദിന്റെ ചരിത്രം പഠിച്ചപ്പോൾ ഒക്കെ പഠിക്കുക. ഓല മക്കളൊക്കെ ഒന്നുണ്ട്, ഓലക്കൊക്കെ അറിയത്. അങ്ങനെ തരുവണ ഉസ്താദ് അവരെ ഖാദിമായി ജീവിച്ച കാലം ഉണ്ടായി. തരുവണ ഉസ്താദ് എന്ന് പറഞ്ഞാൽ അന്ന് വയസ്സായ ആളാ, ഒരു ചെറുപ്പമാണ്. കുട്ടപ്പറമ്പൻ ഉസ്താദ് അന്ന് ഓരെ കുറിച്ച് പറഞ്ഞിരുന്ന ലഫ്ദളൊക്കെ എനിക്ക് പറഞ്ഞു തന്നെ. ഏതെല്ലാം സംഭവങ്ങൾ. ബേപ്പൂരുകാതി നമ്മൾ ഇട്ടില്ലേ. MT ഉസ്താദ് ജാമിയ നൂരിയയിൽ പോയി 3 ദിവസമാണ് അവിടെ താമസിച്ച്. ഹയാത്തിലുണ്ടല്ലോ MT ഉസ്താദ്, നിങ്ങൾ പോയി ചോദിച്ചു നോക്കി. എന്തെല്ലാം സംഭവങ്ങൾ പറയാണ്ട്. അപ്പൊ ഇതൊന്നും വെറുതെ എന്തോ പറയുന്നതല്ല. ചരിത്രപരമായി തന്നെ എല്ലാവർക്കും അറിയുന്നതും വസ്തുതാപരമായി അന്നുള്ള മശായിഖുമായും ഉലമാവുമായും മുഴുവനും ബന്ധങ്ങൾ സ്ഥാപിച്ചതാണ്. ഒക്കെ അങ്ങോട്ട് പോയി സ്ഥാപിച്ചതാ. ഓൽക്ക് അതിനൊന്നും ആവശ്യമില്ല. ഓല അള്ളയായി ബന്ധപ്പെട്ടവരല്ലേ. ഇതൊക്കെ ചരിത്രങ്ങൾ പഠിച്ചാൽ ആർക്കും മനസ്സിലാവും.